ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാൻ പനിയൊക്കെ ആയിട്ട് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. വീഡിയോകളൊന്നും ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പനിയൊക്കെ പിടിച്ചിരുന്നപ്പോഴാണ് നമ്മൾ അലമാരിയിലൊക്കെ ചുമ്മാ ഒന്ന് നോക്കിയപ്പോഴാണ് ഞാൻ ഒരു 10-15 കൊല്ലം മുമ്പ് പഠിച്ച, അതായത് തയ്യലും ഹാൻഡ് വർക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച ഒരു ഫയൽ കിട്ടി. അപ്പം ഞാൻ വിചാരിച്ച് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന്. അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ഈ ഫയൽ 2 ഉണ്ട് കേട്ടോ, 2 ഫയലുണ്ട്. ചുമയൊന്നും എനിക്ക് കുറഞ്ഞിട്ടില്ല ശരിക്കും. ഇടയ്ക്ക് ചുമയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആരും അതിലൊന്നും പരാതി പറഞ്ഞേക്കല്ലേ. അതാണ്ട് നിങ്ങൾക്ക് കാണാൻ ശരിക്കും പറ്റുന്നുണ്ടോ എന്നൊക്കെ അറിഞ്ഞുകൂടാ. ഇതിങ്ങനെ കവറിന് ഇത് ഫയലാക്കി വെച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ പുറത്തെടുത്തിട്ട് വേണമെങ്കിൽ കാണാം. പക്ഷെ അതൊക്കെ ഭയങ്കര റിസ്ക്കാണ്. ഞാൻ തന്നെ അല്ല എടുക്കുന്നത്. അപ്പോൾ അത് കുറച്ച് റിസ്ക്കാണ്. വേണ്ട, ഇത് ഇതിൻ്റെ ഫ്രണ്ട് പേജാണ്. ഇത് നമ്മൾ പരീക്ഷയ്ക്കായിട്ട് ഉണ്ടാക്കുന്നതാണെന്നല്ല ഈ ഫയൽ. റെക്കോർഡ് ചെയ്യുക എന്ന് പറയുമല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ ശരിക്കുള്ള പേര്. കണ്ട, ബിൻസി AP. 15 വർഷമായിട്ടോ ഞാൻ പഠിച്ചിട്ട്. അതായത് 15 എനിക്ക് തോന്നുന്ന വർഷമൊന്നും കറക്റ്റായിട്ട് ഓർമ്മ വരുന്നില്ല. ഇതിൻ്റെ ഫ്രണ്ട് പേജ് ഞാനൊരു രസത്തിന് വേണ്ടിയിട്ട് ടീച്ചർമാരെ ഫയൽ കൊണ്ട് കാണിക്കുമ്പോൾ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് പേജ് ഞാൻ വരച്ചതാണ് കേട്ടോ. ഇങ്ങനെ ഒരു കൊള്ളാമോ? അപ്പോൾ ഇതിന് ഓരോ പേജൊക്കെ കാണുന്നൊന്നുമില്ല. ഇതാണ് ചെയിൻ സ്റ്റിച്ച്. ഇതുണ്ട്, ഫസ്റ്റിലത്തെ സ്റ്റിച്ചാണിത്. റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയണ്ട. നമ്മുടെ നല്ലൊരു മാൻകുട്ടി. പിന്നെ അടുത്തത് ഇതിൻ്റെ പേര് റണ്ണിങ് സ്റ്റിച്ച്. എല്ലാത്തിനൊന്നും അങ്ങനെ എഴുതിയിട്ടുണ്ടാവില്ല കേട്ടോ. അടുത്ത സ്റ്റിച്ച് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കണ്ട. അപ്പോൾ അടുത്ത് ഇതെല്ലാം കൈകൊണ്ട് ചെയ്തതാണ് കേട്ടോ, വരച്ചതല്ല. കൈകൊണ്ട് നമ്മൾ തുന്നി എടുത്തത്. കണ്ടോ, ഒരെണ്ണം. പിന്നെ അടുത്ത് ഒരെണ്ണം. വേണ്ട, നല്ലൊരു സിംഹക്കുട്ടൻ. അന്നൊക്കെ എന്തോ രസം ഇതിങ്ങനെ ഇരുന്ന് ചെയ്യാനായിട്ട്. തുടങ്ങിക്കഴിഞ്ഞാൽ തീരാതെ നിർത്തത്തില്ല. ഇപ്പം ഭയങ്കര മടിയാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്. ഇതൊക്കെ നമ്മൾ ഡ്രസ്സിലൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയാണ്. ചെയ്യാൻ ഭയങ്കര മടിയാണ് ഇപ്പം. കണ്ട, ഇതെല്ലാം ഹാൻഡ് വർക്കാണ്. കണ്ടോ, നല്ല രസം. ഇത് ഞാൻ സാരിയിലൊക്കെ ചെയ്ത് ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. സാരിയിലെല്ലാവരും ഇത് ചെയ്യിപ്പിച്ചിട്ടുള്ളത് ഇഷ്ടംപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ട, നല്ല ഭംഗിയില്ലേ? ഇത് നമ്മൾ തുണിയിൽ ചെയ്തിട്ട് തുണി കട്ട് ചെയ്ത് ഇത് നമ്മുടെ ചാർട്ട് പേപ്പറിൽ ഒട്ടിച്ച് ഇങ്ങനെ ഫയലാക്കി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ശരിയൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടോ, മാർക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റായിരുന്നു എനിക്ക് പഠിച്ചേ. കണ്ട, ഒരു സ്റ്റിച്ചിൻ്റെ പേര് ലെതർ സ്റ്റിച്ച്, ഫെദർ സ്റ്റിച്ച്. സ്റ്റിച്ചിൻ്റെ പേരൊക്കെ അങ്ങ് മറന്നുപോയി, ഇത്രയും നാളായില്ലേ. കണ്ട, അപ്പം കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ടേ. നമ്മളന്ന് ചെയ്ത് വെച്ചതൊക്കെ കണ്ടോ. ഇല്ല, ഒരു ഭയങ്കര സന്തോഷം തോന്നി എനിക്കിപ്പം ഇത് കണ്ടപ്പോൾ. നല്ല ഹാൻഡ് വർക്കാണേ. എല്ലാം ഹാൻഡ് വർക്കാണ്. നല്ല രസമുണ്ടല്ലേ? എനിക്ക് ഇപ്പം കണ്ടപ്പം ഭയങ്കര രസമായിട്ട് തോന്നുന്നു. നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ഉണ്ടോ, ഇതൊക്കെ നമ്മൾ ചുരിദാറിലും സാരിയിലും സാരി ബ്ലൗസിൻ്റെ കയ്യിലും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ രസം എന്ന് പറയുന്നത്. കണ്ടോ, ഫ്രഞ്ച് നോട്ട്. എൻ്റെ പേരാണ് ഈ സ്റ്റിച്ചിൻ്റെ. കണ്ട, കോഴി മക്കളും. വേണ്ട, ബുള്ളിയൻ നോട്ട്. ഇതിനൊക്കെ എല്ലാത്തിനും ഓരോ പേരുകളുണ്ട്. ലോങ് ബുള്ളിയൻ സ്റ്റിച്ച്, ഷീഫ് സ്റ്റിച്ച്. ഇത് ഈ ഫയലിങ്ങനെ തയ്യാറാക്കാൻ വേണ്ടി ഈ ചാർട്ട് പേപ്പറൊക്കെ കട്ട് ചെയ്ത് തന്ന എൻ്റെ ഇളയ ആങ്ങളയാട്ടാ. ഓനെന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തായിരുന്നു. കട്ട് ചെയ്ത് ഇതിനുള്ളിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഇളയ ആങ്ങള എല്ലാം ശരിയാക്കാൻ വേണ്ടി സഹായിച്ചായിരുന്നേ. കട്ട് ചെയ്ത് ഫയലിനുള്ളിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം
എന്താ ഇല്ല, നല്ല രസമുണ്ടല്ലേ? ഇപ്പോൾ കണ്ടപ്പോൾ എനിക്കും ഭയങ്കര ഒരു കൗതുകമായിട്ടും ഒക്കെ തോന്നി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചേക്കാം. ഇതൊക്കെ മിക്കവർക്കും അറിയാമായിരിക്കും. കാരണം കുറച്ച് നാളൊക്കെ മുന്നേ എന്ന് പറഞ്ഞാൽ ഒരു 5, 8, 10 വർഷം മുന്നേ ഇതൊക്കെ ഭയങ്കര ഇതായിരുന്നു. ഇപ്പോഴും ആൾക്കാർക്ക് ഇത് ഇഷ്ടമാണ് കേട്ടോ. ആൾക്കാർക്ക് ക്ഷമയില്ല, പക്ഷെ ഒത്തിരി ക്ഷമയോടെ ഇരുന്ന് ചെയ്ത സ്റ്റിച്ചുകൾ. ഇത് കണ്ടോ, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഫസ്റ്റ് നല്ല മാർക്കൊക്കെ കിട്ടിയതാണ്. കാന്താ വർക്ക് എന്ന് പറയുന്നത് ഇതല്ലേ. ഇത് സിമ്പിളാട്ടോ. ഇതൊരു പ്ലാസ്റ്റിക് നൂല് കൊണ്ട്, കടായി കമ്മൽ എന്ന് പറയും, പക്ഷേ ഇതൊരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു നൂല് കൊണ്ട് ചെയ്യുന്നതാണേ. പക്ഷെ കണ്ടോ, സൂപ്പറാണ്. ഇത് നമ്മുടെ സ്റ്റോണൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന സ്റ്റോൺ വർക്കായത്. നമ്മുടെ ഡ്രസ്സിലൊക്കെ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുമ്പോൾ അവർ ഇത്രേ പഠിപ്പിക്കത്തുള്ളൂ. ഇതും സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള മിററൊക്കെ ഉള്ളിൽ വെച്ചിട്ട് കണ്ടിട്ടില്ലേ, ഇങ്ങനെ സെൻറ്ററിൽ കണ്ടോ, ഇത് മിറർ വർക്കാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഫാബ്രിക് പെയിൻറ്റ് കൊണ്ടൊക്കെ നമ്മൾ ഡ്രസ്സിലൊക്കെ വരയ്ക്കത്തില്ലേ, അതായത് ഉണ്ടോ, ഇത് വരച്ചതാണ് ഫാബ്രിക് പെയിൻറ്റ്. ഇത് ഡ്രസ്സിൽ ചെയ്യുന്നതാണ്. കാണാൻ പറ്റുന്നുണ്ടോ എന്തോ. എന്താ ഇതൊക്കെ അതെ, ഇതെല്ലാം ഫാബ്രിക് പെയിൻറ്റ് കൊണ്ട്. ഇത് ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ, ഇതിൻ്റെ കുട്ടികൾക്ക് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ വർക്കുകളെല്ലാം. പക്ഷെ നമ്മൾ പഠിച്ചത് മറന്നൊന്നും പോയിട്ടില്ല, എങ്കിലും നമ്മുടെ നോട്ട് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഇതെല്ലാം ഫാബ്രിക്കാണ്, ഇതെല്ലാം ഫാബ്രിക്. ഇത് വരച്ചതാണ് കേട്ടോ, ഫാബ്രിക് പെയിൻറ്റ് കൊണ്ട് നമ്മൾ തുണിയെ വരച്ചിട്ട് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ, അപ്പോൾ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ കാണാനൊരു ഭംഗിയല്ലേ, ഇപ്പോഴും ഓർമ്മയല്ലേ ഇതെല്ലാം. ഇത് വരച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വർക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് കണ്ടോ, നമ്മുടെ വാഴപ്പൂ. പെട്ടെന്ന് വിട്ട് ഇത് നമ്മുടെ പച്ചക്കറികൾക്ക് കൊണ്ടുള്ള ഒരു വർക്കായത്. പച്ചക്കറി ക്യാരറ്റൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ ഒരു വർക്കാണ്. ക്യാരറ്റ് ഷേപ്പ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മുക്കി പെയിൻറ്റ് കൊണ്ട് ചെയ്യുന്നു. ഇതണ്ട, ഇത് ഒണിയൻ സവോള മുറിച്ച് ചെയ്യുന്നതായത്. അങ്ങനെ നമ്മുടെ ഒരു ഭാവനയിൽ നമ്മൾ ചെയ്യണം. ഇതുണ്ട് വെണ്ടയ്ക്ക. ഇതിപ്പോൾ യൂട്യൂബിലൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇത് ഈസി ആയിട്ട് പഠിച്ചെടുക്കാനുള്ളതേ ഉള്ളൂ. ഞാനന്നൊക്കെ പോയി കാശെല്ലാം മുടക്കി പോയിട്ട് എല്ലാ ദിവസവും പോയി ക്ലാസ്സിന് പോയി പഠിച്ചു. പക്ഷേ ഇപ്പം യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇത് എല്ലാവർക്കും പഠിച്ചെടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പം അപ്പം ഈ വർക്ക് കഴിഞ്ഞേ. ഞാൻ തയ്യൽ പഠിച്ച ഒരു ബുക്കും കൂടെ, ഒരു ഫയലും കൂടെ ഉണ്ട് കേട്ടോ. അത് കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നും. ഇത് ഞാൻ ഈ രസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്ന കേട്ടോ. അത്യാവശ്യം ചിത്രം വരയ്ക്കുന്ന ഒരു അസുഖം എനിക്കുണ്ടേ. അതുകൊണ്ട് ഫ്രണ്ട് പേജൊക്കെ ഒരു രസമല്ലേ, നമ്മുടെ ടീച്ചർമാർ നോക്കുമ്പോഴേ ഒരു ഇമ്പ്രസീവ് ആകാൻ വേണ്ടി ചെയ്ത് വെച്ചത്. കൊള്ളാമല്ലേ? വേണ്ട കുട്ടിക്കുപ്പായം. ഇത് തുണി കൊണ്ട് തയ്ച്ച് വെച്ചിരിക്കുന്ന കേട്ടോ. തയ്ച്ച് നമ്മൾ കാണിച്ചു തരാം. ഇതെല്ലാം ഇങ്ങനെ തയ്ച്ചിട്ട് വരച്ച് വെച്ചേക്കുന്നതല്ലേ ഇത്. അതാ ഞാനിത് കണ്ടോ, ഇത് തയ്ച്ചേക്കുന്ന കണ്ടോ. തയ്ച്ചിട്ട് നമ്മളിത് ഒരു വശം ഒട്ടിച്ച് ഇതുപോലെ ഫയലാക്കാം. ഞാൻ വെച്ചിരിക്കുന്നത് ഇതെല്ലാം അതെ. നമ്മളിങ്ങനെ ഫയലിനകത്ത് ഇതെല്ലാം അതെ. ഇതുണ്ടോ പെറ്റിക്കോട്ട്. ഇതെല്ലാം പെറ്റിക്കോട്ടായിട്ട് തന്നെ കുഞ്ഞതാണ് കേട്ടോ, വളരെ ചെറുതായിട്ട് തയ്ച്ച്. ഇത് നമ്മുടെ പരീക്ഷയാണ്. ഇത് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇതിനെക്കുറിച്ച്. കണ്ടോ, ഫിൽഡ് ഫ്രോക്ക്, അംബ്രല്ല ഫ്രോക്ക്. ഞാനിപ്പോൾ തയ്ക്കുന്നുമുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. അന്നിത് പോയി പഠിച്ചത് കൊണ്ട് കണ്ടോ, നമ്മുടെ സാരിപ്പാവാട ഫയൽ നല്ല രസമാണ്. ഇതൊക്കെ ഇന്നാണെങ്കിൽ മടിയാണ് കേട്ടോ, സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര മടിയാണ് ഇപ്പോൾ. ഇതുപോലൊക്കെ ചെയ്യാൻ ഇപ്പോൾ പറഞ്ഞ ചില മടിയായി. കുഞ്ഞതായിട്ടൊക്കെ ചെയ്യണ്ടേ. കണ്ടോ എത്ര ചെറുതായിട്ടാണ് പഠിച്ചത്.
ഇത് വരച്ച് വച്ചിരിക്കുന്നതല്ലാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടാ. കണ്ടോ, ഇത് പോപ്ലിൻ തുണി എന്ന് പറയും കേട്ടോ. അങ്ങനത്തെ ഒരു തുണിയിലാണ് അവർ ഇത് ചെയ്യാൻ പറഞ്ഞു തന്നു നമ്മളോട്, പോപ്ലിൻ തുണി. പിന്നെ രണ്ട് നൈറ്റി, ഷർട്ടൊക്കെ ഇത് കറക്റ്റായിട്ട് തയ്ച്ചിട്ട് തന്നെ വെച്ചിരിക്കുന്നത്. എല്ലാം ഞാനിപ്പോൾ പുറത്തെടുക്കുന്നില്ല കേട്ടോ. ഇത് സാരി ബ്ലൗസ്. ഇത് കവറിനുള്ളിലായതുകൊണ്ടേ കാണാൻ വലിയ ഭംഗിയുണ്ടല്ലോ, അല്ലാതെ കാണുമ്പോൾ നല്ല രസമില്ല. കണ്ടോ, ഞാനത്ര ചിന്തിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ ഇത് പുറത്തെടുത്ത് വെച്ചിട്ട് നിങ്ങളെ കാണിച്ചാനായിരുന്നു. കുഴപ്പമില്ല, കാണാൻ പറ്റുന്നുണ്ടല്ലോ. കണ്ടോ, നമ്മുടെ അനാർക്കലി ചുരിദാർ, ടോപ്പ്, പാൻറ്റ്, നമ്മുടെ ചുരിദാറിൻ്റെ പാൻറ്റ്, പാട്ടിയാല, എന്താ പിടി ബോട്ടം, മസാക്കിലി ചുരിദാർ, നമ്മുടെ അംബ്രല ചുരിദാർ. എന്താണ് ഓരോ മോഡൽ. പാകിസ്ഥാനി ചുരിദാർ കാണാൻ പറ്റുന്നുണ്ടോ? ഇത് സാരി ബ്ലൗസ്, ഇത് നമ്മുടെ ചെറിയ കൈയുള്ള ബ്ലൗസ്, ഷർട്ടില്ലേ അത്. അങ്ങനെ ചോളി ബ്ലൗസ്, ചോളി ഇപ്പം ചോളി എന്നൊന്നും ഗാഗ്ര ഗൗൺ, സ്ലീവ്ലെസ് ആയിട്ടുള്ള ഗൗണ്. ഇത് മിക്കവർക്കും അറിയാമായിരിക്കും, ഇതൊക്കെ മിക്കവരുടെയും കൈവശം കാണും. കാരണം വെച്ചാൽ ഇത് പഠിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ടല്ലോ. ഇതൊക്കെ ഞാനിപ്പോൾ ഈ കാണിച്ചതെല്ലാം ഇതുപോലെ ഡ്രസ്സായിട്ട് തന്നെ തയ്ച്ചിരിക്കുക, ചെറുതായിട്ട്. കണ്ടോ, എൻ്റെ കൈ കയറാനുള്ള വലിപ്പമേ ഉള്ളൂ, ചെറുത്. കണ്ടോ, നമ്മുടെ സാരി പാവാടയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷം. ഇതിപ്പോൾ ചുമ്മാ ഇങ്ങനെ പനിയായതുകൊണ്ട് ചുരുണ്ടുകൂടി വെറുതെ ഇങ്ങനെ ഇരിക്കുമല്ലേ, അപ്പോൾ ഒരു കൗതുകത്തിന് എടുത്ത് നോക്കിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ. അപ്പം പനിയെല്ലാം മാറിക്കഴിഞ്ഞിട്ട് നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട്. പക്ഷെ എനിക്കിത് എപ്പോഴും ഇഷ്ടം കേട്ടോ. സൂപ്പറല്ലേ. ചിത്രം വരയ്ക്കാനിപ്പോൾ ഭയങ്കര മടി, സമയം കിട്ടുന്നില്ല. എല്ലാം കൂടെ ആകുമ്പോഴേ അവിടെ ചിത്രം വരയ്ക്കലൊന്നും ഇല്ല ഇപ്പം. അപ്പം അതൊക്കെ ഇനി കുറച്ച് വരച്ചൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ബൈ ബൈ.